പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമ്മുടെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും. ഒരിക്കൽ ഹബീബായ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി മിഅ്റാജിന്റെ യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ സ്വർഗത്തിൽ ഒരു ഖുർആനിന്റെ പാരായണം കേൾക്കുകയാണ്. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, എനിക്ക് മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആണോ? അത് ആരുടെ ഖിറാഅത്താൻ? മൻ ഹാദ? ആ ഖുർആൻ ഓതുന്നത് ആരാണ്? സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ ആണ് നബിയെ. അങ്ങയുടെ സഹാബിയായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കാരണം ചോദിക്കുമ്പോൾ കദാലികുമുൽ ബിർ കദാലികുമുൽ ബിർ വകാന അബദ്ദിന്നാസി ബിഉമ്മിഹി, തന്റെ ഉമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യനായിരുന്നു, സഹാബിയായിരുന്നു. ആര്? ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. തന്റെ ഉമ്മയെ ചേർത്ത് നിർത്തിയതിന്റെ പേരിൽ, തന്റെ മാതാവായ തന്റെ ഉമ്മയെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പോലും ആ മനുഷ്യന്റെ ഖിറാഅത്ത് ഹബീബായ തങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കൽ, ഉപ്പയെ സ്നേഹിക്കൽ, ഉമ്മയെ സ്നേഹിക്കൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കാൻ, അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാണ്. നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉപ്പയെ ചേർത്ത് നിർത്താൻ നമുക്ക് നല്ല തൗഫീഖ് നൽകി.